സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും പാരമ്പര്യങ്ങളും ആരാധനാക്രമവും എന്താണെന്ന് കൃത്യമായി അറിയാമെങ്കിലും മനഃപൂർവ്വം അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്ഥിരം കാഴ്ചയാണ്. ഒരു പള്ളിയുടെ കൂദാശകർമ്മം എപ്രകാരമാണ് നടത്തേണ്ടതെന്ന് കൃത്യമായി സഭയുടെ നിയമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കൂദാശാകർമ്മം വിവരിക്കുന്ന കൈപ്പുസ്തകത്തിൽ മെത്രാന്റെ പങ്ക് കൊടുത്തിരിക്കുന്നത് വളരെ പ്രാധാന്യത്തോടെയാണ്. ആ പങ്ക് ഒരിക്കലും സഭയെ അനുസരിക്കാത്ത ഒരു വിമത പുരോഹിതന് ചെയ്യുവാൻ സാധിക്കില്ല. ഇത്തരം അനുസരണക്കേട് കാട്ടി മുന്നേറുന്നതിൽ ന്യൂനപക്ഷമായ വൈദികർ മാത്രമല്ല, സുനഹദോസ് അംഗങ്ങളായ മെത്രാന്മാർ വരെയുണ്ട്. അവർ ഈ അച്ചടക്ക ലംഘനത്തെ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ ആവർത്തിക്കാൻ വളം വെച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വിമത വൈദികർ തുറന്ന പോരാട്ടമാണ് നടത്തുന്നതെങ്കിൽ വിമതരായ മേൽപ്പട്ടക്കാർ പുറത്ത് പഞ്ഞിയും അകത്ത് കത്തിയുമായി നടക്കുകയാണ്. വിമതരുടെ പക്കൽ നിന്നും മാർപ്പാപ്പയോടും കത്തോലിക്ക സഭയോടുമുള്ള വിശ്വസ്തത എഴുതി വാങ്ങേണ്ട ഗതികേടുള്ള ഏതെങ്കിലും ചരിത്രം 2000 വർഷമായി എന്നെങ്കിലും നാം വായിച്ചിട്ടുണ്ടോ? വിശ്വസ്തത എഴുതിക്കൊടുത്ത ശേഷവും വിമത പ്രവർത്തനങ്ങൾ ശക്തമാക്കി അവർ മുന്നോട്ടു പോകുന്നു എന്നത് വ്യക്തമാണ്. അത് നിഷ്കളങ്കരായ വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ കത്തോലിക്ക വിശ്വാസത്തിൽ തുടരുന്ന ഏവർക്കും അവകാശമുണ്ട്. അനുസരണമില്ലാത്ത ഈ വിമത വൈദികർ കാണിച്ചു കൂട്ടുന്ന ഇത്തരം ധാർഷ്ട്യമായ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുക. അത് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന്റെയും ബോസ്കോ മെത്രാന്റെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അത് ചെയ്യാത്ത അവർക്കെതിരെ വേണം ആദ്യം നടപടിയെടുക്കാൻ.